2020 ലോകകപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി ഇറ്റലി കളിക്കാൻ ഇറങ്ങുമ്പോൾ പലർക്കും തോന്നിയിട്ടുള്ള ഒരു സംശയമാണ് ക്രിക്കറ്റ് എന്ന ഗെയിം ഈ രാജ്യത്തിന് പുതിയതാണോ എന്നുള്ളത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ക്രിക്കറ്റ് എന്ന കായിക ഇനം ഇറ്റലിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഫുട്ബോളിന്റെയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെയും ഒക്കെ തന്നെ അതിപ്രസരത്തിൽ വേണ്ടത്ര അവസരം ലഭിക്കാതെ ക്രിക്കറ്റ് ഒതുങ്ങിപ്പോവുകയായിരുന്നു. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ഇത്തവണത്തെ T20 ലോകകപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുമ്പോൾ പല രാജ്യങ്ങളിലും വംശപേരുകളുള്ള ഒരു കൂട്ടം താരങ്ങളാണ് ഇറ്റലി ക്രിക്കറ്റ് ടീമിനായി മൈതാനത്തിറങ്ങുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇറ്റലിയുടെ ആ ക്രിക്കറ്റ് ചരിത്രം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പറഞ്ഞാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇറ്റലിയിൽ ക്രിക്കറ്റ് ഉണ്ട്. 1893 ഇംഗ്ലീഷ് കോൺസൽമാർ ജനോവോ ക്രിക്കറ്റ് ആൻഡ് അത്ലറ്റിക് ക്ലബ് സ്ഥാപിക്കുന്നതിൽ തുടങ്ങുകയാണ് അവിടുത്തെ ക്രിക്കറ്റ് യാത്ര. എന്നാൽ 4 വർഷങ്ങൾക്ക് ശേഷം ജനോവോ ക്ലബിന്റെ ശ്രദ്ധ ക്രിക്കറ്റിൽ നിന്ന് ഫുട്ബോളിലേക്ക് മാറി. അങ്ങനെയാണ് ഇറ്റാലിയൻ സീരിയയിൽ കളിക്കുന്ന ജനോവോ ക്ലബിന്റെ പിറവി തന്നെ സംഭവിക്കുന്നത്. പിന്നീട് 1899 വിദേശ മണ്ണിൽ ആദ്യമായി ഫുട്ബോൾ കളിച്ച ഇംഗ്ലീഷുകാരൻ എന്ന പെരുമയുള്ള ഹെർബർട്ട് കിൻപിൻ ഒരു ബാറിൽ വെച്ച് വ്യവസായിയായ ആൽഫ്രഡ് എഡ്വേർഡ്സിനെ കണ്ടുമുട്ടുന്നു. ഒരു പുതിയ ക്ലബ്ബ് രൂപീകരിക്കാൻ കിൽപിൻ ആൽഫ്രഡിനോട് സഹായം ചോദിക്കുന്നു. മിലാൻ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ക്ലബ് എന്ന പേരിൽ ഒരു ടീം അവർ രൂപീകരിച്ചു. ഈ ക്ലബും തുടക്കത്തിൽ ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം നൽകിയെങ്കിലും പിന്നീട് അവരുടെ ശ്രദ്ധ ഫുട്ബോളിലേക്ക് തന്നെ മാറി. 1919ഓടെ ക്ലബ്ബ് ക്രിക്കറ്റ് പാടെ ഉപേക്ഷിച്ച് പൂർണ്ണ ശ്രദ്ധയും ഫുട്ബോളിലേക്ക് മാറ്റി. ഈ ക്ലബ്ബാണ് പിൽക്കാലത്ത് ചാമ്പ്യൻസ് ലീഗ് കിരീടമടക്കം നേടിയ വമ്പന്മാരായ ഇപ്പോഴത്തെ AC മിലാൻ എന്നറിയപ്പെടുന്നത്. 20ാം നൂറ്റാണ്ട് പകുതി പിന്നിട്ടപ്പോൾ റോമിലും ക്രിക്കറ്റ് പ്രചാരമുണ്ടായിരുന്നെങ്കിലും അതൊന്നും പ്രൊഫഷണൽ മത്സരങ്ങളായി കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇറ്റലിയിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള കെൽപ്പ് അപ്പോഴും ക്രിക്കറ്റിനുണ്ടായിരുന്നില്ല. പിന്നീട് റോമിലെ അനൗപചാരിക ക്രിക്കറ്റ് പോരാട്ടങ്ങളും പതിയെ അവസാനിക്കുകയായിരുന്നു. സമീപകാലം വരെ ഇറ്റലിക്കാർക്ക് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചരിത്ര കൗതുകം മാത്രമായിരുന്നു. പിന്നീട് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരണമെന്ന് ഇറ്റലിയുടെ ആഗ്രഹം സഫലമായത് ഇത്തവണത്തെ T20 ലോകകപ്പിലൂടെയാണ്. യൂറോപ്യൻ യോഗ്യതാ പോരാട്ടം കളിച്ച് ജയിച്ചാണ് അവർ ലോകകപ്പ് യോഗ്യത സ്വന്തമാക്കിയത്. പ്രൊഫഷണൽ കരാറുകൾ ഒന്നുമില്ലാതെയാണ് ഇറ്റാലിയൻ താരങ്ങൾ കളിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എങ്കിലും അതൊന്നും അവരുടെ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടത്തെ ഇല്ലാതാക്കുന്നില്ല. ആ ടീമിന്റെ കരുത്തും അതുതന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും. 42കാരനായ വെയിൻ മാഡ്സൺ ആണ് അവരുടെ ക്യാപ്റ്റൻ. ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച ദക്ഷിണാഫ്രിക്കയുടെ ഫീൽഡ് ഹോക്കി താരമായിരുന്ന വെയിൻ മാഡ്സനെ കഴിഞ്ഞ വർഷമാണ് ഇറ്റലിയുടെ നായകനായി നിയമിച്ചത്. ഓസ്ട്രേലിയക്കാരനായ ജോ ബേൺസൺ ആയിരുന്നു ഇറ്റലിയുടെ നേരത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ. വെയിൻ മാഡ്സനെ കൂടാതെ ഹാരി മനേറ്റി, ബെഞ്ചമിൻ മനേറ്റി സഹോദരന്മാരും ആന്റണി മോസ്ക, ജസ്റ്റിൻ മോസ്ക സഹോദരന്മാരും ടീമിലെ നിർണായക താരങ്ങളാണ്. ഇറ്റലിക്ക് ലോകകപ്പ് യോഗ്യത സമ്മാനിക്കുന്നതിൽ നിർണായകമായത് ഹാരി മനേറ്റിയുടെ ബാറ്റിംഗ് മികവാണ്. യൂറോപ്യൻ യോഗ്യതാ പോരാട്ടത്തിലും ടൂർണമെന്റിലെ താരമായത് ഹാരിയാണ്. ഒരുപക്ഷെ വേണ്ടത്ര പ്രാധാന്യം അന്ന് ക്രിക്കറ്റിന് ഇറ്റലി ലഭിച്ചിരുന്നെങ്കിൽ ലോകത്തെ തന്നെ മികച്ച ടീമുകളിൽ ഒന്നായി അവർ മാറിയേനെ എന്ന കാര്യം നിസ്സംശയം പറയാൻ